ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന വീടാണ്. ഇതൊരു വില്ല പ്രോജക്റ്റാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ ഇതിന് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വില്ല പ്രോജക്റ്റിനെ പറ്റി. അപ്പോൾ ഇത് ഞാൻ എടുത്ത് കാണിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ സൈഡിലങ്ങോട്ട് പിന്നെ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളാണ് കേട്ടോ. പ്രത്യേകിച്ചും ഈ മഴ വരുമ്പോൾ, അതും ഇത്രയും മഴ വരുമ്പോൾ ഈ പാടശേഖരത്തിൻ്റെ ഭംഗി മാത്രമായിരിക്കുന്ന നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാലോ ഇല്ലേ. ഇതാ നോക്കൂ, ഇതാണ് നമ്മുടെ പാടശേഖരം. ഇത് ഒരുപാടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലായിട്ടാണ്. ഇത് നടുക്കൂടിയ റോഡും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും മുഴുവനും പാടശേഖരമാണിത്. എത്രയോ ഏക്കേഴ്സാണ്, നമുക്ക് പറയാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് മാത്രമുണ്ട്. അപ്പം നല്ലൊരു മനോഹരമായൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ മതിലിൻ്റെ അവിടെ നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ്. പിന്നെ അത് കൂടാതെ നമ്മുടെ പീച്ചി ഡാമിൽ നിന്ന് ഷട്ടർ ഇങ്ങനെ പൊക്കുമ്പോൾ, കാരണം വെച്ചാൽ ഈ മഴ ഒരുപാട് പെയ്ത് ഡാം ഇങ്ങനെ നിറഞ്ഞു വരുമ്പോഴത്തേനും ഏകദേശം നിറയാറാവുമ്പോൾ അവരിങ്ങനെ ഷട്ടർ ഒന്ന് ഉയർത്തി കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന വെള്ളമാണ് ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്നത്. അത് ഈ പാടശേഖരങ്ങളിലേക്ക് എല്ലാം ഇങ്ങനെ ഈ ഒഴുകി പോകുമ്പോൾ അതിനിടയിൽ കൂടി ഇങ്ങനെ ഒരു ഓവ് പോലെയുണ്ട്. അതിലൂടെ പാടശേഖരത്തിലേക്ക് ഈ വെള്ളം കയറുകയും പിന്നെ പാടശേഖരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമാകുമ്പോൾ വീണ്ടും അത് ഒഴുകി അങ്ങനെ അങ്ങോട്ട് പോകുകയാണ്. അപ്പോൾ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മതിലിൻ്റെ ആ സൈഡിൽ കൂടി പോകുന്നത് പീച്ചി ഡാമിലെ വെള്ളം. തൊട്ടിപ്പുറത്ത് കാണാൻ മൊത്തം പാടശേഖരം. ഇപ്പോൾ കൃഷിയില്ല. ഞാൻ ഈ കൃഷിയൊക്കെ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഒരുപാട് വീഡിയോസ്. 2-3 മാസം മുന്നുള്ള വീഡിയോയിലെല്ലാം ഞാൻ ഈ കൃഷിയെ പറ്റിയും ഇവിടെയുള്ള പാടത്ത് കൃഷി കൊയ്ത്തിനെ പറ്റിയും കൊയ്ത്തിൻ്റെ വീഡിയോയും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അതും ഇതും ഭയങ്കര വ്യത്യസ്തമായ കാഴ്ചയാണ്. കാരണം അന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലത്ത് പാടശേഖരത്തിൻ്റെ ആ ഒരു ഭംഗിയും പാടം പൂത്ത് നിൽക്കുന്നതും അത് കൊയ്യുന്നതും അങ്ങനെ എല്ലാ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പ്രകൃതി മറ്റൊരു സൗന്ദര്യം എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് കണ്ടോ, ഇപ്പോൾ എല്ലാം പാടത്തിൻ്റെ ഓരോ കണ്ടങ്ങളാണ് അങ്ങനെ തിരിച്ച് വെച്ചേക്കുന്നത്. അവിടെ എല്ലാം ഇപ്പോൾ വെള്ളമാണ്, കൃഷിയൊന്നുമില്ല. മൊത്തത്തിൽ പാടം വെള്ളത്തിൽ മുങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം. ഞങ്ങളുടെ മതിലിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതുപോലെ മാവും അതിനിടയിൽ കൂടി ആ ഒരു പ്രത്യേക ഭംഗിയാണ്. കളകളം ഒഴുകുന്ന ഒരു എന്താ പറയുക, അങ്ങനെയൊക്കെ നമുക്ക് പാടാം അല്ലേ. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പം നമുക്ക് എന്താണെങ്കിലും ഈ പാടശേഖരം ഈ മതിലിൻ്റെ സൈഡിൽ നിന്ന് കണ്ടാൽ മാത്രം മതിയോ, പോരല്ലോ. നമുക്ക് നേരിട്ട് അവിടെ ചെന്ന് അതിൻ്റെ മനോഹാരിത അതുപോലെ തന്നെ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ വരുമ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് ഇത് കുറച്ചും കൂടി നടന്നാൽ മതി. അപ്പം നമുക്ക് നടന്ന് തന്നെ പോകാം. അപ്പോൾ ആ നടവഴിയിലെ കാഴ്ചകളും എല്ലാം കണ്ട് നമുക്ക് ഈ ഒരു സൗന്ദര്യം അവിടെ ചെന്ന് നേരിട്ട് തന്നെ നമുക്ക് കാണാം. ഇന്ന് നമ്മൾ നമ്മുടെ മഴയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ. അപ്പം മഴയൊക്കെ തോർന്ന് നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ എങ്ങനെയാണ് പാടശേഖരത്തിലൊക്കെ മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളി നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോയാലോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഇതൊക്കെ വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ കുറേ കൂടി മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ നമുക്ക് ഈ വഴിയാണ് കേട്ടോ, ഞങ്ങൾ മെയിൻ റോഡിലേക്ക് പോകുന്ന വഴി തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് നടന്ന് തന്നെ ആ വഴിയിലെ കാഴ്ചകളും നടന്ന് നമുക്ക് ആ പാടത്തിൻ്റെ ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കണ്ടോ, റോഡിൻ്റെ സൈഡ് മുഴുവനും ചെത്തിപ്പൂക്കളാണ് കേട്ടോ. ഈ വീട്ടിലെ ചേച്ചിയാണ് ഇതിങ്ങനെ ചെയ്തേക്കുന്നത്. ഭയങ്കര ഭംഗിയാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, റോഡിൻ്റെ സൈഡിൽ ഒരു വലത്തേ വശം മുഴുവനും ഇതുപോലെ ചുമപ്പ് ചെത്തിപ്പൂക്കൾ വെച്ചേക്കാണ്. അപ്പോൾ റോഡിൻ്റെ ഒരു ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ടത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിതേ ഇപ്പോൾ ഈ പാടശേഖരത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിൽ ഫുൾ പാടശേഖരമാണ്. ഈ പാടശേഖരം ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൗന്ദര്യം മഴയത്ത് എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. വരൂ. പിന്നെ ഫ്രണ്ട്സ്, ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ അടിപൊളി മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇപ്പോൾ ഈ സമയം മഴയൊന്ന് തോർന്ന് നിന്നപ്പോഴത്തേനും ഞാൻ ഇറങ്ങിയതാണ്. വീഡിയോയുടെ ലാസ്റ്റ് ഒരു തുള്ളിക്കൊരു മഴയുള്ളൊരു ഭംഗിയുള്ളൊരു സീനറി കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ പാടത്തിൻ്റെ സൈഡിലെത്തി. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ പീച്ചി ഡാമിലെ വെള്ളം ഇങ്ങനെ ഞങ്ങളുടെ മതിലിൻ്റെ സൈഡിൽ കൂടി ഒഴുകി പോകുന്നത്. ആ ഒരു കനാലാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഞങ്ങളുടെ മതിലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വന്ന് പീച്ചി ഡാമിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. അത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അതിങ്ങനെ പോയി പാടങ്ങളിലേക്കും അതുപോലെ കനാലുകളിലേക്കും പുഴകളിലേക്കും എല്ലാം പോകുവാണ്. അപ്പോൾ പാടത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. നമ്മളിവിടെ എല്ലാം കൊയ്ത്ത് നടന്ന സമയത്തും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ആ പാടശേഖരത്തിൻ്റെ ഒരു ഭാഗം, കാരണം നടുക്കുകൂടി റോഡും അപ്പുറത്തും ഇപ്പുറത്തും ഏക്കർ കണക്കിന് പാടശേഖരം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു സൈഡിലെ പാടം മൊത്തം വെള്ളം നിറഞ്ഞു കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് വെള്ളം കെട്ടി കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ നടുക്ക് കൂടിയ റോഡാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അടുത്ത പാടശേഖരം. അങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ പീച്ചി ഡാമിലെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് ഭാഗത്ത് നോക്കിയാലും ഈ വെള്ളം ഒഴുകുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒഴുകുന്നതിന് ശബ്ദം അതുപോലെ തന്നെ ഒന്ന് കേട്ടാലോ.
ശരിക്കും ഇതല്ലേ പ്രകൃതിയാലുള്ള യഥാർത്ഥമായ ശബ്ദം, വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ അല്ലേ? അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു വല്ലാത്തൊരു കുളിർമ തന്നെ തോന്നും അല്ലേ? അപ്പോൾ ഇത് കണ്ടോ, പാടശേഖരത്തിൻ്റെ സൈഡിൽ ആ റോഡിൻ്റെ താഴത്തെ ഭാഗത്ത് കൂടി വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നത്. അപ്പുറത്തെ പാടത്തുനിന്ന് ആ റോഡിൻ്റെ താഴത്ത് കൂടി ആ വെള്ളം ഒഴുകി ഇപ്പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. നല്ല ഭംഗിയില്ലേ അത് കാണാനായിട്ട്. പിന്നെ ഒരുപാട് കൊക്കുകളും എല്ലാം ഉണ്ട് കേട്ടോ, മഴയത്തൊക്കെ കുതിർന്ന് അവരും ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വെള്ളത്തിൽ കളിക്കാനായിട്ട് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. കാരണം ഇപ്പം നല്ല താഴ്ചയുണ്ട്, ഏകദേശം മുട്ടിനെയും കാണ്ടും മുകളിൽ വെള്ളം ഉണ്ടെന്ന് തന്നെ പറയാം പാടത്ത്. അപ്പോൾ അവിടെ ആ വെള്ളത്തിൽ ബോൾ കളിക്കാനായിട്ട് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ഭാഗത്തേക്ക് വീഡിയോ എടുക്കാഞ്ഞതാണ്. അപ്പോൾ അവരിവിടെ വണ്ടിയെല്ലാം കൊണ്ടിവിടെ വെച്ചേക്കുവാണ് സൈഡിൽ. എന്നിട്ട് ഈ വെള്ളത്തിൽ ബോൾ കളിക്കുകയാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇതുപോലെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ തന്നെയാണ് ശരിക്കും. ഇപ്പോൾ ഇവിടെ നല്ല മുട്ടിനെയും കാട്ടും മുകളിൽ വെള്ളം ഉണ്ട് കേട്ടോ ഇവിടെ. എന്നാൽ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മുടെ ഒഴുക്ക്, ഞാൻ പറഞ്ഞില്ല പീച്ച് ഡാമിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഈ പാടത്തിൻ്റെ സൈഡിൽ ഉണ്ട്. ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന അതിന് സൈഡിൽ കൂടി ഇങ്ങനെ ഓരോ പുഴകളിലേക്കും കായലിലേക്കൊക്കെ അങ്ങനെ പോകുവാണ്. എന്നാൽ കുറച്ചുകൂടി മുന്നോട്ടേക്ക് ആ കുട്ടികൾ കളിക്കുന്ന ബോളാണ് കേട്ടോ കിടക്കുന്നത്. അവരപ്പുറത്ത് നിന്ന് ഭയങ്കര സന്തോഷം, തകർത്ത് ഫുട്ബോൾ കളിയാണ് ഇവിടെ. ഈ ഒരു ബിൽഡിങ്, ഈ ഒരു ഫ്ലാറ്റ് കാണുമ്പോൾ എൻ്റെ കുറേ വ്യൂവേഴ്സിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഇത് ഏത് ഭാഗമാണെന്ന്. ഇവിടെയാണ് നമ്മൾ നെല്ല് വെതറി അത് വിളഞ്ഞ് പാക്ക് കണ്ടവും എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ഭാഗം ആ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. മഴയുടെ സൗന്ദര്യത്തിൽ കുളിച്ച് നിൽക്കുന്ന നമ്മുടെ സുന്ദരിയായ പാടം തന്നെയാണ് ഈ കാണുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടക്കാം ഇനി. അപ്പോൾ ഈ ഭാഗം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ഇത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു അരുവികളിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോവുകയാണ് കേട്ടോ. മൊത്തത്തിൽ വെള്ളം തന്നെയാണ് ഇവിടെ, പക്ഷെ നല്ല ഭംഗിയാണ്. കമ്മല് പൂവിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കാണുമ്പോൾ ഭയങ്കര ഫോഴ്സ് ഉണ്ട് കേട്ടോ ഡാമിലെ വെള്ളത്തിന്. കാരണം അത്രയും ഫോഴ്സിലാണ് വെള്ളം അവിടെ വരുന്നത്. ഷട്ടർ തുറന്നു വിട്ടേക്കാണ്, അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഫോഴ്സിൽ വെള്ളം ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭംഗിയിലെ കാഴ്ചയിലൊക്കെ കണ്ടതിന് ശേഷം ഈ റോഡിനെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടക്കാം. പക്ഷെ അങ്ങ് നടക്കുമ്പോഴെല്ലാം കാണുന്ന അപ്പുറത്തും ഇപ്പുറത്തും മൊത്തം പാടെല്ലാം വെള്ളം നിറഞ്ഞ് തന്നെ നിൽക്കുന്നത് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക കാഴ്ച കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഭാഗം കണ്ട കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പച്ചപ്പ് കാണുന്നുണ്ട്. വെള്ളം കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്, കുറച്ച് പച്ചപ്പാണ് കൂടുതൽ. അപ്പോൾ ആ ഭാഗം നമുക്ക് കാണാം. അത് ഇവിടെ നിന്ന് നോക്കി കാണാൻ സാധിക്കില്ല, കാരണം നമുക്ക് ഈ വെള്ളത്തിൽ കൂടി അപ്പുറത്തേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ റോഡിൻ്റെ അപ്പുറത്തോട് നടന്ന് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ആ ഒരു പച്ചപ്പ് നടക്കുന്ന ഭാഗത്തിൻ്റെ അവിടെ എത്തും. അവിടെയും കൂടി നമുക്കൊന്ന് കാണാം. ഇതിപ്പോൾ ഞാൻ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടോ, കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടക്കുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ കളിക്കുന്ന ആ ഭാഗം കഴിഞ്ഞ് റോഡിൽ, ഇപ്പം ഞാൻ നടക്കുന്ന മെയിൻ റോഡിൽ കൂടിയാണ് കേട്ടോ. അതിൻ്റെ വലത്തെ സൈഡാണ് ഈ കാണുന്നത്. ഇടത്തെ സൈഡിലെ പാടമാണ് ഞാൻ നേരത്തെ കാണിച്ചത്. വലത്തെ സൈഡിൽ നടക്കുമ്പോഴത്തേനും വെള്ളം ഫുൾ ഇങ്ങനെ കെട്ടി നിൽക്കുന്നു. കുട്ടികൾ കളിക്കുന്നതൊക്കെ അപ്പുറത്ത് കുറേ കൂടി പുറകിലായിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ മുന്നോട്ട് നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ റോഡിലേക്കുള്ള റോഡാണ്. ഇവിടുന്ന് നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ മെയിൻ ബസ് റൂട്ടിലേക്കാണ് നമ്മൾ കയറുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് കാണാനായിട്ടുള്ളത് അപ്പുറത്തെ ഭാഗം. ഇങ്ങനെ ഇവിടെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുമ്പോഴും അപ്പുറത്തെ കുറേ പച്ചപ്പ് കാണുന്നുണ്ട്. ആ ഒരു ഫ്ലാറ്റിൻ്റെയൊക്കെ ആ ഭാഗത്തേക്കാണ്. അവിടെ കൂടി റെയിൽവേ ട്രാക്ക് കൂടി പോകുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ, പാലക്കാട്, കംപ്ലീറ്റ് നമ്മുടെ ഇന്ത്യയിലേക്കുള്ള സകല ട്രെയിനുകളും പോകുന്ന ഒരു റെയിൽവേ ട്രാക്ക് തന്നെയാണ്. അപ്പം നമുക്ക് ഏതായാലും ആ ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാം. അത് ഇവിടെ നോക്കിയാൽ ദൂരെ ഇങ്ങനെ കാണിക്കേണ്ടി വരും. പക്ഷേ അവിടെ ചെന്ന് നേരിട്ട് ആ സൗന്ദര്യം അതുപോലെ നമുക്ക് നോക്കിയെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ റോഡിൻ്റെ അപ്പുറത്ത് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടില്ലായിരുന്നോ? കുറേ പച്ച പുൽത്തകടി പോലെയൊക്കെ ആ ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഭയങ്കര ആഴമുണ്ട്, അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ബാക്കിൽ കാണാണ് ആ ഭാഗം കേട്ടോ. എന്തായാലും നമുക്ക് അവിടെ നിന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇറങ്ങി ഞാൻ പതുക്കെ നോക്കി, പക്ഷെ നല്ല താഴ്ചയുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇറങ്ങാത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ ഭാഗത്തെ പാടശേഖരത്തിലെ മൊത്തം കാഴ്ചകളാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ വിശദമായിട്ട്. വരും. നമ്മളിതേ ഫ്രണ്ട്സ് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മളിപ്പോൾ കണ്ടില്ലേ കുറേ കുട്ടികളൊക്കെ കളിക്കുന്നു, ബോളുണ്ട്, നമ്മൾ കണ്ടില്ലേ ബോളൊക്കെ ഇട്ടിട്ട് കളിക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ദൂരെ കുറച്ച് പച്ചപ്പുള്ള ഭാഗം കണ്ടില്ലേ? അങ്ങോട്ടേക്ക് ഞാൻ വന്നതാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തെ കുഴപ്പമെന്ന് വെച്ചാൽ ഇത്രയും ഭാഗം വെള്ളത്തിൽ കൂടി നടന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പാടത്തിൻ്റെ ആ ഒരു വരമ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഞാനൊന്ന് ഇറങ്ങി നോക്കി, പക്ഷെ നല്ല ആഴം, പിന്നെ കുറച്ച് ഒഴുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ പറ്റിയില്ല ഇറങ്ങാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് ആ ഒരു ഭാഗം വീഡിയോ എടുത്ത് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നേരെ അറ്റത്ത് ലെഫ്റ്റ് സൈഡ് ഇടത്തെ ഭാഗത്ത് അറ്റത്താണ് ആ റോഡ്. നമ്മൾ അവിടെയാണ് ആദ്യം പോയത്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം പാടത്തിൻ്റെ ഒരു നടുക്ക് ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഡാമിലെ വെള്ളം തന്നെയാണ്. ഇപ്പോൾ ഒഴുക്കത്തിൽ കുറവുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഈ കാണുന്ന പോലെയല്ല. നമ്മളിങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ നല്ല പോലെ നമ്മളിങ്ങനെ കാലിങ്ങനെ നമ്മൾ വീണ് പോകുന്നൊരു ഫീലിങ്ങിലേക്കാണ്. പിന്നെ അത്രയും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളത് കൂടി നടക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഞാൻ പിന്നെ കൂടെ അധികം ഇറങ്ങിയില്ല, നോക്കി ഇറങ്ങി, പക്ഷെ എനിക്ക് പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കയറിയതാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ നോക്കുമ്പോൾ കണ്ട ഫ്ലാറ്റ് കണ്ടോ?
ഇത് ദേശീയ ഹംസിൻ്റെ ഫ്ലാറ്റാണ്. ഞാൻ ഇതിന് മുമ്പും ഈ ഫ്ലാറ്റ് ഈ ഭാഗത്തൊക്കെ ഞാൻ വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയായിട്ട് ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് വെള്ളം അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിട്ടില്ല പാടത്ത്. നമ്മൾ ആദ്യം കണ്ട ആ പാടമുണ്ടല്ലോ കുട്ടികൾ കളിക്കുന്നത്, അത്രയും വെള്ളം ഇവിടെ അങ്ങോട്ട് നിറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ പാടത്തിൻ്റെ ഭാഗം അങ്ങോട്ട് ഏക്കേഴ്സ് ലാൻഡാണ് അപ്പുറത്തെ പാടശേഖരമായിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതുകൊണ്ടായിരിക്കും. വെള്ളമുണ്ട്, പക്ഷേ അത്രയും ആഴം പാടശേഖരം കണ്ടത്തിലില്ല ഇവിടെ. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്ന് കുറച്ചുകൂടി വലത്തേ സൈഡിലേക്ക് കുറേ കൂടി നമ്മൾ മുന്നോട്ട് നടന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റെയിൽവേ ട്രാക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ തൃശ്ശൂർ, പാലക്കാട് അങ്ങോട്ടേക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന പ്രധാനമായ റെയിൽവേ ട്രാക്കാണ് നമ്മൾ അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ കടക്കാൻ കൂടി പറ്റാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോയി. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ, റെയിൽവേ ട്രാക്കിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഭംഗിയുള്ള, എത്ര ഭംഗി കാണാനെന്നറിയോ, നടുക്ക് ഭാഗത്തൊരു കാട് പോലെയാണ്, ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് മയിലുകളുണ്ട് കേട്ടോ, ഒത്തിരി മയിലുകളുണ്ട് ഈ സ്ഥലത്ത്. മിക്ക ദിവസവും മയിലുകളുടെ ആ ഒരു കരച്ചിൽ കേട്ടിട്ടാണ് ഇവിടെയുള്ളവരൊക്കെ എണീക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആകാശത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴക്കാറ് കേട്ടോ, മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷെ നല്ല രസം കണ്ട് നിൽക്കാനായിട്ട് ഇവിടെ. അപ്പം ഞാൻ ഈ പ്രകൃതിയിലെയും ഇത്രയും മനോഹാരിത വേറെ എവിടെ ഉണ്ടാവും അല്ലേ. ഇത്രയും മഴ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നല്ല മഴ. ഞാൻ കൊടയൊക്കെ ചൂടി നിൽക്കുകയാണ്, പാടത്തിൻ്റെ നടുക്കാണ്. നടുക്കല്ല, അവിടെ കേരള ഭാഗത്താണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. പിന്നെ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെ ഞാൻ എപ്പോഴും പറയാറത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്.